കോട്ടത്തിൽ പോയി ചേർന്നതിന് ശേഷമാണോ അല്ല ഞാൻ കുട്ടന്മാരാശാൻ്റെ അടുത്ത് പോയതിൻ്റെ ശേഷം ആശാൻ്റെ മരണശേഷമാണ് ഞാൻ കോട്ടയ്ക്കിൽ വിദ്യാർത്ഥിയായിട്ട് അവിടെ ചെല്ലണത്. വിദ്യാർത്ഥിയായിട്ട് അവിടുത്തെ വിദ്യാർത്ഥിയാവണത്. അതുവരെ ഞാൻ കുട്ടന്മാരാശാൻ്റെ മാത്രം അവിടുത്തെ ഒരു അദ്ദേഹത്തിന് അവിടെ ബേക്കറി ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ. അതെ, അതാ ഞാൻ അവിടേക്കാണ് എത്തുന്നത്. ഈ കൊട്ട് രാവിലെ എന്താ വെച്ചാൽ സാധകം കഴിഞ്ഞ് മുമ്പ് ഒരു 5:30 ആയാൽ സാധകം കഴിഞ്ഞാൽ പോവും. അവിടെ വാദ്യ പഠനം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കീഴിൽ വാദ്യപഠനം അവിടെ. അത് അദ്ദേഹം മാത്രം എന്നെ ആ കാലത്ത് പഠിപ്പിക്കുകയും ചെയ്തില്ല അവിടെ ചെന്ന സമയത്ത്. പിന്നെ സാധകം ചെയ്യാനൊക്കെ ഗുരുനാഥന്മാരുടെയും ഗുരുനാഥനാണ്. അല്ല ഞങ്ങളാവും. അതെ, ആ തലം ഞാൻ കോട്ടക്കൽ പ്രസാദാവും ചിലപ്പോൾ ആശാന്റെ നേരിട്ടുള്ള ശിഷ്യന്മാർ ലാസ്റ്റ് അവസാന ജനറേഷൻ അല്ലേ. ഇപ്പോൾ ഈ ആശാനാണെങ്കിൽ വളരെ ചിട്ടുള്ള ഒരാളാണ്. അങ്ങനെ അഞ്ചരയൊക്കെ ചെയ്യാം, 5 മണിക്ക് നിർത്തും. പിന്നെ കുളി, ദേവാരം, അമ്പലത്തിൽ പോക്ക്. അത് കഴിഞ്ഞാൽ അപ്പോൾ ഈ സാധകം ചെയ്യാൻ കൃഷ്ണൻകുട്ടി ആശാൻ ഞങ്ങളൊക്കെ ഉണ്ടാവും. ആശാനാണ് അത് പിന്നെ ചെയ്യിക്കുക. ആ ക്ലാസ് കഴിഞ്ഞാൽ കുളിയൊക്കെ കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇവിടുന്ന് തന്നെ എന്തെങ്കിലും കഴിക്കും. നാട്യസംഘത്തിന് ആശാൻ്റെ ഒരാളാണ്. ആശാൻ്റെ റൂമാക്കി തന്നിട്ടുണ്ട്. ആശാനായിട്ട് അവിടെ റൂമുണ്ട്. ആശാൻ പുറത്ത് വീടും എല്ലാ സൗകര്യവും ഉണ്ട്. ഇപ്പോൾ നാവൻ അവിടെ കിടന്നോട്ടെ വന്നിട്ട് അങ്ങനെ കൃഷ്ണൻകുട്ടി ആശാൻ അവിടെ താഴത്ത് കിടക്കും, ഞാൻ കട്ടിലുമ്പിലാവും. അങ്ങനെ ഒരു കുറച്ച് ദൂരം. അത് കഴിഞ്ഞാൽ ഞാൻ ഈ രാവിലത്തെ കളരിയിൽ ചിലപ്പോൾ മൂപ്പര് വരും. മൂപ്പര് വന്നാൽ അപ്പോഴാണ് ഈ തായമ്പേക പഠിപ്പിക്കുക. കോട്ടക്കല് ആശാൻ കൃഷ്ണൻകുട്ടി ആശാനായിരുന്നു. അതെ, കോട്ടക്കിൽ ഈ എന്നെ അധികം കുട്ടന്മാരാശാൻ തായമ്പക ഇപ്പം ഇതിൽ പറയുകയാണെങ്കിൽ ആശാൻ നേരിട്ട് പഠിപ്പിച്ച അതിൻ്റെ ഒക്കെ ചെറിയൊരു കഥയൊക്കെ ഉണ്ട്. എനിക്ക് കഥ ഉണ്ടാച്ചാൽ അതെങ്ങനെ ഒരു സംഭവിക്കാം. കോട്ടക്കലെ വിദ്യാഭ്യാസത്തിൽ കളരി ആശാനായിട്ടുണ്ടായിരുന്നത് കൃഷ്ണൻകുട്ടി ആശാനാണ്. അതെ, കഥകളി. അതേസമയം നേരത്തെ തന്നെ അവിടെ കുട്ടന്മാരാശാന്റെ കീഴിൽ തായമ്പകയിൽ ഒരു പഠനം നടക്കുന്നുണ്ട്. അങ്ങനെ ആശാൻ്റെ അടുത്ത് എന്നെ ഈ തായമ്പക മേഖലയാണ് എന്നെ പഠിപ്പിച്ചിരുന്നത്. കുട്ടന്മാരാശാനെ പഠിപ്പിച്ചിരുന്നുള്ളൂ. അപ്പോൾ ഈ രാവിലത്തെ കളരി സാധകം ആശാൻ കൃഷ്ണൻകുട്ടി ആശാനും ഒക്കെ ഉണ്ടാവും. എല്ലാവരും ഉണ്ട്. സാധകം ഒരുമിച്ചാണ് എല്ലാവരും ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞ് വൈകുന്നേരത്ത് ചിലപ്പോൾ അവിടെ ഒരു സുനിൽ രാജുണ്ട്, പറയാം. അതിങ്ങനെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പഠിപ്പിക്കൽ. ഈ പഠിപ്പിക്കൽ കഴിഞ്ഞാൽ ഈ ആശാൻ്റെ അവിടെ ഗംഭീരൊരു കട ഉണ്ട്, ഒരു ബേക്കറി, ഡയറി ഫാം. അന്നത്തെ അവിടുത്തെ കോട്ടയ്ക്കിലെ ഏറ്റവും വലിയൊരു കടയാണ്. അത് ആശാൻ്റെ മകൻ മുരളിയേട്ടൻ ആണ് നടത്തുക. ആശാനും അവിടെ പോയിരിക്കും. അപ്പോൾ ഞാൻ കൊട്ട് കഴിഞ്ഞ് ഒഴിവ് സമയങ്ങളിൽ ഈ കടയിൽ കുറച്ച് നേരം പോയി നിൽക്കും. എന്ന് വെച്ചാൽ അവിടെ എന്തെങ്കിലും ആവശ്യപ്പെട്ട എടുത്തു കൊടുക്കാൻ. അതെ. അന്നത് ഒരു ക്രെഡിറ്റ് ആദ്യം. എൻ്റെ ഒപ്പം ഇവരൊക്കെ മധു, ദേവാസനൊക്കെ പരിചയമുണ്ടല്ലോ. ഞാൻ കടയിൽ നിന്നൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഒരു വലിയൊരു ഞാൻ അങ്ങനെയൊക്കെ ഉള്ളിലത്തെ ഒരു ഇപ്പോഴാണ് അതൊക്കെ അന്ന് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നതിലൊക്കെ ഉണ്ട്. അങ്ങനെ ഈ കടയും പഠിത്തമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം ആശാൻ അങ്ങനെ ചെയ്യാൻ പോലെ തായമ്പയിൽ ചില എണ്ണങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഗുരുനാഥനൊക്കെ കുട്ടിയായിരുന്നതാണ് വെച്ചാൽ ആശാൻ്റെ ഗുരുനാഥൻ പറഞ്ഞാൽ മലമുക്കാവ് കേശവപുതുകളാണ്. അപ്പോൾ നനകണ നടുങ്ങിന്നക്കണ നനകണ നകിട്ട് നടുങ്ങിന്നക്ക ആ എണ്ണം എന്നെ അവിടുന്ന് പഠിപ്പിച്ചു തന്നു. ആ പഠിപ്പിച്ചു തന്ന് ഞാനത് ആ പ്രായത്തിൽ കൊട്ടാറായി നല്ല അത് എണ്ണം. അതിൻ്റെ ആ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ചെർപ്പളശ്ശേരിയിലൊരു കേളി. സ്വതവേ ഞാൻ അതിലില്ല, എൻ്റെ പേരല്ല അതിൽ. കുഞ്ഞികൃഷ്ണ പൊതുവാൾ, ശിവരാമാമ, കൃഷ്ണമാമ, പൂക്കാട്ടിരി ദിവാകര പൊതുവാൾ, അങ്ങനെ 4 ചെണ്ട.
മറ്റേ മദ്ദളത്തിന് അരവിന്ദാക്ഷൻ നായർ, ശിവേട്ടൻ, എടപ്പാള പുണ്യാർ, പാലൂർ ഗോപാലകൃഷ്ണൻ നായർ, അങ്ങനെ 4 മദ്ദളം, 4 രണ്ടി മദ്ദളം. അപ്പോൾ ദിവാരേട്ടൻ പുകാരി മൂപ്പര് അങ്ങനെ മൂപ്പര് പറയാൻ തോന്നിയതാണ് പറയും. ഞാനൊന്നുമില്ല, അങ്ങനത്തെ ആയൊന്നുമില്ല, ഇത് വരില്ല പറഞ്ഞു. അപ്പോൾ ഈ കൃഷ്ണസ്വാമിക്ക് എല്ലാം മുന്നേ കൂട്ടിയിട്ടൊരു ഭയങ്കര ഭാഗ്യം കണ്ടുപിടുത്തതാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഈ കേളിയും തായമ്പകയും ഈ കോട്ടക്കലത്തെ പോയി പഠനമൊക്കെ കഴിഞ്ഞിങ്ങനെ കേളിക്ക് ആ കേളി കൊട്ടി കൂടെ അങ്ങനെ കൊട്ടുണ്ട്. അപ്പോൾ ശിവരാമാവടിയും കൃഷ്ണമാവടിയും ഒപ്പം ഞാൻ നടക്കണത് കൂടെ. അപ്പോൾ കുഞ്ഞിഷ്ണ 4ാം കാലത്ത് എത്തിയപ്പോൾ യാതൊരു നിമിഷം ഈ സാധനം കൊട്ടി, അപ്പം കൊട്ടി. എനിക്കല്ല ഈ പണ്ട് പോലീസുകാരെ ക്യാമ്പ് അത് കഴിഞ്ഞിട്ട് എന്താ ട്രെയിനിങ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോൾ നല്ലൊരു സുഖം ഉണ്ടാവില്ലേ, അതേമാതിരിയുള്ള സമയം എൻ്റെ. ഞാനത് കൊട്ടി. അപ്പോൾ അങ്ങനെ നോക്കി വന്നു കുറച്ച് കാര്യമായിട്ട്. അത് എൻ്റെ ഒരു ഉള്ളിൽ, കാരണം അത് ആ എന്തോ ഒരു മുന്നക്കുട്ടി പറഞ്ഞെന്തേ കിട്ടിയതാ, അല്ലെങ്കിൽ ഞാൻ മാത്രം ആ എണ്ണം കൊട്ടില്ല. കാരണം നമ്മൾ ഇതൊന്നും അങ്ങനെ ഒരു ഇതൊന്നും സാധകവും കാര്യങ്ങളൊക്കെ ആ സമയത്തും ഉണ്ട്. കുറേയൊക്കെ ഈ അമ്പലത്തെ കൊട്ടുകാരനുണ്ടായതാണ്. ഇനി അങ്ങനെ അതാ ഞാനൊരു കഥ ഉണ്ട് പറഞ്ഞത് എൻ്റെ മനസ്സിൽ. അന്നത്തെ ഗംഭീര ഇങ്ങനൊരു കേളിക്ക് ഒരു അവസരവും ഈ എണ്ണം അതിൽ വന്നു. പിന്നെ ഞാൻ എൻ്റെ സിംഗിൾ തായമ്പൊക്കെയുള്ള സ്ഥലത്ത് ചില പഴയ വഴി കൊട്ടണം എന്നൊക്കെ ആവശ്യപ്പെടുമ്പോൾ ഇത് കൊട്ടാറുണ്ട്. അങ്ങനെ അതാ ഞാനൊരു കഥ ഉണ്ടെന്ന് പറഞ്ഞത്. പിന്നീടാണ് ആശാൻ അങ്ങനെ ഇരിക്കുമ്പോൾ നവരാത്രി കാലത്ത് ചില വിദ്യാഭ്യാസ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതെ അതെ. അതിൽ കുട്ടന്മാരാശാൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു എണ്ണം, അത് പ്രയോഗിക്കാൻ കിട്ടിയ ഒരു അവസരം. അതെ അതെ. തുടർന്ന് കോട്ടത്തിലെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയാവും? അത് ആശാൻ്റെ മരണശേഷം അവിടെ ഒരു വിദ്യാർത്ഥിനെ എടുക്കുന്നുണ്ട് എന്നുള്ളൊരു പരസ്യം കാണുകയും അതിന് ചെന്നപ്പോൾ എനിക്കാണത് വിദ്യാർത്ഥിയായിട്ട് എന്നെ എടുത്തു. കാരണം ഈ കുട്ടന്മാരാശാൻ്റെ അടുത്ത് പഠിച്ചിട്ടുള്ള ഒരു അടുത്ത ദിവസങ്ങളല്ലല്ലോ. അപ്പോൾ അത് കാരണം എനിക്കാണ് കിട്ടിയത്. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഇനി ഇത് ഇത്ര 6 മാസത്തെ ആവില്ല എന്നൊക്കെ എന്നോട് കൃഷ്ണൻകുട്ടി ആശാൻ പറഞ്ഞു. അല്ല, കുറച്ച് ഗൗരവമുള്ള സംഗതിയാണ്, എന്തായാലും ഒരു ഇതാവുമല്ലോ. അപ്പോൾ അച്ഛനും കോട്ടയ്ക്കലൊക്കെ കുട്ടന്മാരാശാനെയും വലിയ ഇഷ്ടം. കാരണം ഈ പനമണ്ണ ഉത്സവത്തിനൊക്കെ വരുമ്പോൾ കോട്ടയക്കാരുടെ കളിയാണ് അവിടെ പതിവ്. അപ്പോൾ അങ്ങനെ ഒരു അടുപ്പം നല്ലോണ്ട്. അപ്പോൾ അവിടുത്തെ പിന്നെ വിദ്യാർത്ഥിയായിട്ട്, അങ്ങനെയാണ് ഞാൻ അവിടുത്തെ വിദ്യാർത്ഥിയായിട്ട്. അപ്പോൾ ഏതാണ്ട് പ്രായം എത്രയായിട്ട്? 23, 24 ഉണ്ടാവും. 22, 23 ഉണ്ടാവും. പിന്നെ 4 കൊല്ലത്തെ കോഴ്സ്, 1 കൊല്ലം ഇത് കഴിഞ്ഞ് പിന്നെ ടെമ്പററി പീരീഡ് അവിടുത്തെ ജോലിക്കാരനായി, അവിടെ അധ്യാപകനായി ചേർന്നു. അതെ. അങ്ങനെ പറയാം. എന്താണെന്ന് വെച്ചാൽ ഈ പ്രവൃത്തിക്ക് അങ്ങനെയാണല്ലോ പറയുക. എന്തായാലും അവിടെ നിന്നു. അവിടെ ഒരു 13-14 കൊല്ലം ഈ ജോലിയിൽ നിന്നു. മൊത്തം ഒരു 10-24 കൊല്ലം കോട്ടയ്ക്കൽ നിന്നു. പിന്നെ എനിക്കിങ്ങനെ മാനസികമായിട്ടൊരു സംതൃപ്തി ഇല്ലാണ്ടൊരു ജോലി ചെയ്യണത് നമുക്ക് അതിനോട് പിന്നെയും കൂടുതലായിട്ട് അതിലേക്ക് നമുക്ക് വരാം. ഈ കോട്ടയ്ക്കൽ 2 തരത്തിലുള്ള അനുഭവം ഉണ്ടല്ലോ. ഒന്ന്, വിദ്യാർത്ഥി, ഒരു തരം അനൗപചാരിക വിദ്യാർത്ഥിയായി കുട്ടന്മാരാശാൻ്റെ കീഴിൽ. അതെ. അവിടുത്തെ സ്ഥാപനത്തിലെ വിദ്യാർത്ഥിയായിട്ട് കൃഷ്ണൻകുട്ടി ആശാൻ്റെ കീഴിൽ. പൊതുവേ വാദ്യത്തിൻ്റെ മേഖലയിൽ ബാല്യം മുതൽക്ക് ഏതാണ്ടൊരു 30 വയസ്സ് വരെയുള്ള കാലത്തിനിടയിൽ അനവധി കാലത്തെ അഭ്യസനത്തിനുള്ള അവസരങ്ങൾ സിദ്ധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ കോട്ടയ്ക്കൽ അധ്യാപകൻ എന്ന നിലയിൽ, അതിനു മുൻപ് വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എടുത്തു പറയത്തക്ക ചില അനുഭവങ്ങളും കൊട്ടുവഴിയിലേക്ക് ഒരുപാട് അവസരങ്ങളും അതിനെ വികസിപ്പിക്കാനുള്ള സന്ദർഭങ്ങളുമൊക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചുകൂടി ഒന്ന് പറഞ്ഞാൽ. ഈ ചെമ്പക്കൂറ്, അതുപോലുള്ള പതിഞ്ഞ ചെമ്പക്കൂറ്, അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടല്ലോ. കോട്ടയ്ക്കലത്തെ ഈ പഠന സമയത്താണ് അവിടെ
അരങ്ങേറ്റത്തിന് ഒരു കുട്ടീനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പഠിപ്പിക്കുന്ന ആൾക്ക് ഈ മുറിച്ചമ്പ എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയുണ്ട്. അങ്ങനെ ഒക്കെ അതിനെന്താ വെച്ചാൽ അതിന് സമയം കുറച്ചേ എടുക്കുള്ളൂ. ഒരു 5 മിനിറ്റ് 7 മിനിറ്റ് വരെയൊക്കെ ഒക്കെ 2ാം കാലം ഏറ്റിച്ചുരുക്കുള്ളൂ. ഈ എണ്ണങ്ങൾക്ക് ആദ്യത്തെ കാലം 2ാം കാലം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് 2ാം കാലം ഏറ്റിച്ചുരുക്കുള്ളൂ. പിന്നെ എനിക്ക് നമ്മളിപ്പോൾ അതിനൊക്കെ തോന്നുന്നത് ഈ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഈ കടതര കിടതി കണ ഡെഡും കിടതി കതര കണ നക്കട് എണ്ണ ഡെഡ് എന്താ കിടത എന്ന് കൊട്ടുന്നത് ഈ ഒരു കഷ്ണത്തിന് പാകാം. സാധാരണ വലിയ ചമ്പക്കൂറിന് കൊട്ടുമ്പോൾ പകുതിക്കുന്ന ഇത് തുടങ്ങുക. ഇത് തുടങ്ങിയാൽ റെഡിയാ. ഇതിനൊക്കെയുള്ളൊരു കൃത്യം ചമ്പക്കൂറിൻ്റെ പകുതിയാണ്. അതെ ഈ അങ്ങനെയാണോ എന്നൊക്കെ ഇങ്ങനെ ഇപ്പോൾ അതിനെ കുറിച്ചിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഒരു പഠന രീതിയൊക്കെ വരുമ്പോഴേ ഇങ്ങനെ ആവില്ലേ ഇതൊക്കെ ചിലപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളാവും. ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിട്ടപ്പെടുത്തിയെന്നുള്ളതൊക്കെ അത്ര അധികം ആഴ്ന്ന് ചിന്തിച്ചിട്ടല്ല. ചിലപ്പോൾ ഇങ്ങനെ നമുക്ക് തോന്നും. ആ ഒരു സംഗതി ഇങ്ങനെ കേൾക്കുമ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ അങ്ങനെ വല്ലാണ്ട് അതിനെക്കുറിച്ചിട്ടൊന്നും ചിന്തിച്ച് അങ്ങനെ ഒരാളും അല്ലേ. പിന്നെ ഈ കോട്ടച്ചിൽ അഭ്യസന കാലത്താണ് കുറച്ചുകൂടി ആഴത്തിൽ അതിലെ സാധകം. അന്ന് സഹപാഠികളായ ആളുകൾ അവരുടെ അനുഭവമൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ സഹപാഠികൾ ഒക്കെ അതിനെന്താ വെച്ചാൽ അവിടെ വേറെ അനുഭവത്തിനുള്ള എപ്പോഴും ക്ലാസ്സാണ്. രാവിലെ ക്ലാസിൻ്റെ ഒക്കെ ഒരു ക്രമം എങ്ങനെയായിരുന്നു? രാവിലെ ക്ലാസ് സാധാരണ അവിടെ ഒരു ക്രമമുണ്ട്. ഞങ്ങൾക്ക് ഈ ഞങ്ങളുടെ ഗുരുനാഥൻ ഞങ്ങൾക്കൊരു ക്രമം വെച്ചിട്ടില്ല. ഇപ്പോൾ അത് കുറേ രാവിലെ 4 to 6 എല്ലാവർക്കും. ബാക്കി ചെണ്ട ഒഴികെ ക്ലാസ് ഞങ്ങൾക്ക് 8 മണിയാവും, ചിലപ്പോൾ 7:30 ആവും. നേരം വഴുകി എന്താ ചെയ്യുക, ഇനി വേഗം പോകും. അപ്പോഴേക്ക് 8:30 ക്ലാസ്സിലെത്തണം. തോടയാൻ തുടങ്ങും. അത് ഇടയ്ക്ക അവിടെയുണ്ട്. പിന്നെ ആരും ഇതില്ല. അപ്പോൾ ഇടയ്ക്ക മുതൽക്കാണ് തുടങ്ങും. 11:30 വരെ ചൊല്ലിയാട്ടം. 11:30 വരെ ചൊല്ലിയാട്ടം കഴിഞ്ഞാൽ 1 മണിക്ക് ഊണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മണിക്കൊരു സംസ്കൃത മാഷ് വരാറുണ്ട്. അപ്പോൾ അയാളെ എന്തെങ്കിലും പറഞ്ഞ്, അത് എൻ്റെ ഈ വല്യമ്മാമ്മയുടെ അറിയുന്ന ഒരു മാഷാണ്. അയാളെ എന്തെങ്കിലും പറഞ്ഞ് ക്ലാസ് ഞാൻ എങ്ങനെയാലും ഇത് എൻ്റെ ഒരു വഴിക്ക് ആക്കി തീർക്കുക. അതിപ്പോഴും ഈ എൻ്റെ കൂടെയുള്ള മധു ദേവാസം സുധീർ എന്നെയാണ് താനൊന്ന് വിചാരിച്ചാലേ ഒന്നും നിർത്തിത്തരും. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു മൂപ്പർക്ക് ഇഷ്ടമുള്ള സംഗതി എടുത്തിട്ട് ആന ഓർഡറിൽ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ആന അങ്ങോട്ട് ഓടിയിട്ട് കിഴക്കേ നടക്കുന്ന ഇങ്ങോട്ട് ഓടി പടിഞ്ഞാറ് നടക്കിലേക്ക് എന്നിട്ടാണ് ചോദിക്കുക. ആദ്യം കിഴക്കേ നടക്കി പ്രതീക്ഷ വയ്ക്കില്ലേ ഇവിടേക്കും വേറെ എവിടേക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവർക്കതൊരു. പിന്നെ മൂപ്പര് അനുഭവങ്ങൾ പറയുമ്പോൾ ഈ പുസ്തകം എല്ലാം മടക്കും. അതുകൊണ്ട് അവിടെയും പഠിക്കാതെ ഈ പുസ്തകമായിട്ട് കണ്ടുമുട്ടുമ്പോൾ ഒക്കെ അലർജിയാണ്. കുട്ടിക്കാലത്ത് തന്നെ അത് നല്ല മനസ്സിലെത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു എന്ന് പറഞ്ഞാൽ ശശിയുടെ പുസ്തകവും പ്രയോഗവും ചെണ്ടയാണെന്ന് അർത്ഥം. എനിക്കല്ല ഇപ്പോൾ അത് കുറച്ചും കൂടി കുറച്ച് ചെണ്ട മാത്രമല്ല കുറച്ച് പഠിക്കായിരുന്നു ഇപ്പൊക്കെ തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതെല്ലാം വീണ്ടും വിചാരങ്ങൾ അങ്ങനെയാണല്ലോ. നമുക്ക് വല്ല അനുഭവങ്ങളൊക്കെ വരുമ്പോഴല്ലേ അതൊക്കെ തോന്നുന്നുണ്ട്. സാധാരണ ആൾക്കാർക്കൊക്കെ തോന്നുന്നതിക്കും അതൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ രാവിലെ ക്ലാസ്സിൻ്റെ കാര്യം, വൈകുന്നേരത്ത് ഈ സംസ്കൃതം 2 മണിക്ക് 1:30-2 മണിക്ക് വന്നാൽ 3 മണിയാണ്. 3:30 ആദ്യം കളരിയുണ്ട്. 5:30 വരെ. 5:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുട്ടികൾ അവിടുത്തെ 4 പുറത്തുള്ള ആരെങ്കിലും ഒരാളും കൂടി വരിക പറയും. അപ്പോൾ ഇത് ഞക്കിങ്ങ് പഠിഞ്ഞു വന്നപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും പിന്നെ അതിൽ പേര് വിളിക്കാൻ തുടങ്ങി. ഇന്ന ആൾ വരിക എന്നിട്ട്. അപ്പോൾ പിന്നെ വിളിച്ചാൾ പോകണല്ലോ. മറ്റേ ആരെങ്കിലും ഒരാൾ വരിക പറഞ്ഞാൽ ആരും പോവില്ല. അതൊരു 7 മണി വരെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ വേറെ തന്നെ ഈ പഠനകാലം ഒരു ദിവസം. ഒരു രാവിലെ 7 മണിക്ക് ആരംഭിച്ച് വൈകുന്നേരത്ത്. അതെ, രാവിലെ 4 മണിക്ക് തുടങ്ങിയിട്ട് 4 മണിക്ക് തുടങ്ങി വൈകുന്നേരം ഒരു 7:30 വരെ. വൈകുന്നേരം 7:30 വരെ. അതെ, അതുവരെ. പിന്നെ ആദ്യം ഭക്ഷണം കഴിഞ്ഞാൽ ആദ്യം കിടക്കാറായി. രാവിലെ 3:45 വന്നാലേ 4 മണിക്ക് എത്തുള്ളൂ. അഭ്യാസം എത്ര മടിയുള്ളവനാണെങ്കിലും അതാണ് പോയി കിട്ടും. മടിയുണ്ട് ഇല്ലെങ്കിൽ ഇയാൾ പോയി കിട്ടും, ഇല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഒന്ന് സംഭവിക്കും. ഇപ്പോൾ ശശിയുടെ തായമ്പകയുടെ ഒരു അക്ഷര വ്യക്തത, കൈ ശബ്ദത്തിൻ്റെ കൃത്യത, ഇതൊക്കെ ഇപ്പോൾ കേൾവിക്കാരെ എന്ന നിലയിൽ നമുക്ക് വേർതിരിച്ച് അറിയാൻ കഴിയുന്നുണ്ട്. ഈ ഒരു ഘടകം വളർത്തിയെടുക്കുന്നതിൽ ഈ കഥകളി കൊട്ട്, അതിൻ്റെ അഭ്യാസം,
അത് ഏതെങ്കിലും തരത്തിൽ സഹായകമായിട്ടുണ്ട്? അത് ഇപ്പം മാഷ് ചോദിച്ചത് വളരെ എൻ്റെ ഈ കൊട്ടിൻ്റെ അക്ഷരസ്ഫുടത കഥകളിയിൽ ഉണ്ടാവുള്ളൂ. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. ഞാൻ അല്ലാണ്ട് അങ്ങനെ സംഭവിക്കുന്നത് അപൂർവം ചിലവർക്ക് ഈ അക്ഷരസ്ഫുടത ഉണ്ട്. മറ്റതൊക്കെ നമ്മൾ വിചാരിച്ചോർത്ത് ഈ അക്ഷരസ്ഫുടത വന്നോളുന്നില്ല. ഈ കളിക്കൂട്ടിൻ്റെ എന്നുള്ള ഏറ്റവും വലിയ ഗുണം ഒരു തായമ്പക്കാരന് കിട്ടുക അവൻ്റെ അക്ഷരസ്ഫുടതയാണ്. അത് കളിക്കൂട്ട് ഉള്ളവൻ്റെ കുറച്ച് ശ്രദ്ധയും കൂടി കൊടുത്തിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരു ദിമികാരത്തിന് അത്ര കനമാണ്. ഇത് തൂക്കി കൊട്ടേണ്ട ഒരു ത്രാസിലിട്ട് എത്ര 500 ഗ്രാം ദിമികാരം എന്ന് പറയും. അതിൻ്റെ കൊട്ടിൻ്റെ ചെണ്ടർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൊട്ടി വയ്ക്കാൽ അറിയാം. അത് ഈ കോലും ഇതും കൂടിയും ചേരുമ്പോഴത്തെ അല്ലെങ്കിൽ ഇപ്പോൾ ഈ രണ്ടും കൂടിയും തുല്യപ്പെട്ടും കൊണ്ട് നിൽക്കുന്നത് അത് ഈ കഥകളിക്കൂട്ടിൻ്റെ കൊട്ടിലാണ്. ഞാൻ അങ്ങനെ പറയൂ. അതാണ് എൻ്റെ അനുഭവം. ഞാൻ ശരി വയ്ക്കുന്നതും അതാണ് അത് ഏറ്റവും വലിയ അതിൻ്റെ ഒരു ഘടകം. ഇപ്പോൾ മറ്റത് നാലാം കാലം എന്നൊക്കെ പറഞ്ഞ സംഭവം വക്കത്തുനിന്ന് നടുവിലേക്ക് കൊട്ടാം, നടുവിന്ന് വക്കത്തേക്ക് കൊട്ടാം. ചില കൂട്ടർക്ക് അതല്ലാത്തവർക്ക് ചിലപ്പോൾ എന്ത് കൊട്ടണമെങ്കിലും ആദ്യം നടുവിലടിച്ചിട്ടേ വക്കത്തേക്ക് പോകുള്ളൂ. അങ്ങനെ ഈ നേരെ വെച്ചൊരു കളിക്കൊട്ട് പഠിച്ചവന് വക്കാണോ നടുവാണോ എന്ന് പറഞ്ഞാൽ അതിന് ചെയ്യാൻ സാധിക്കും. ഈ കൊട്ടായിട്ട് കുറച്ച് ഇടപഴകിയിട്ട് അതിൻ്റെ ഒരു സുഖമൊക്കെ സ്വന്തമായിട്ടുണ്ടല്ലോ അതിന്. അതെ, അവനവൻ്റെ ഒരു ആസ്വാദനമുണ്ട്. അതും കൂടിയുണ്ട്. അത് കഴിഞ്ഞിട്ടല്ലേ മറ്റവൻ്റെ ഉള്ളൂ. അല്ല, അവരിപ്പോൾ നമ്മൾ ഉള്ളിലുണ്ടാവും ഇന്ന് കൊട്ട് മോശമായി, ഇന്ന് വലിയ സുഖം തോന്നിയില്ല, മറ്റേ ആൾ പറയും അത് ഇന്ന് ഗംഭീരമായിട്ട് പറയും. പക്ഷേ നമ്മുടെ ഉള്ളിൽ അത് അനുവദിക്കില്ല ശരിക്കും കൃത്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കളിക്കൊട്ടാണ് ഇതിൻ്റെ എന്നല്ല. അപ്പോൾ നമ്മൾ സംഗീതമായിട്ട് എന്ത് സംഗതിയോട് ചേരുമ്പോഴും അയ്യെന്നൊക്കെ പറയാറായിട്ടുണ്ട്. അത് ശരി കഴിഞ്ഞപ്പോൾ അത് അങ്ങനെ നമുക്കൊരു മറ്റേതിപ്പോൾ അതും പറയില്ലേ. ഈ സഹപാഠികളെ കുറിച്ചൊന്നും അങ്ങനെ പ്രത്യേകമായി സൂചിപ്പിച്ചില്ല. സഹപാഠികൾ ഞാനും പ്രസാദുമാണ്. എൻ്റെ 4 കൊല്ലത്തെ സീനിയർ പ്രസാദാണ്. പ്രസാദിൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ടാണ് ഞാനവിടെ ചെല്ലണത്. മണ്ണാടി ആശാൻ്റെ മകനുമാണ് അയാൾ. ഞങ്ങൾ 2 ആളാണ് പിന്നെ അവിടുത്തെ ഈ കൊട്ടിൻ്റെ ആ സമയത്തുള്ള ഈ ആര്യവേദശാലിലെ നാട്യസംഘം അംഗീകരിച്ച 2 വിദ്യാർത്ഥികൾ പ്രസാദും ഞാനുമാണ്. വാദ്യത്തിൻ്റെ മേഖല അല്ലെങ്കിലും മധു ദേവദാസനൊക്കെ അവരൊക്കെ ഞങ്ങളൊക്കെ ഒരു ബാച്ചാണ്. ഈ പീശപ്പള്ളി ഞങ്ങളൊക്കെ പീശപ്പള്ളി അവിടെ ഉണ്ടായിരുന്നു, പ്രൈവറ്റായിട്ട് അവിടെ വന്നിരുന്നു. അങ്ങനെ കുറേ അതൊരു പിന്നെ ചൊല്ലിയാട്ടത്തിനൊക്കെ കൊട്ടാറാവാൻ ഒരു കൊല്ലം അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞാൽ കുറേശ്ശെ ഭാഗങ്ങൾ അതിപ്പം എല്ലാ സ്ഥാപനങ്ങളിലും തന്നെ അങ്ങനെയൊക്കെ. പിന്നെ കളരിയിൽ ആദ്യ അവസാന വേഷങ്ങൾക്ക് ചൊല്ലിയാട്ടാണെങ്കിൽ കുറേ അധികം ആൾക്കാരില്ലല്ലോ. ഒരു നേരം പ്രസാദ് കൊട്ടിയ ഒരു നേരം ഞാൻ കൊട്ടും. പൊതുവേ ശശിയുടെ ഈ അധ്യാപകൻ എന്നുള്ള നിലയിലുള്ള ഇടപെടൽ ശ്രദ്ധിക്കാറുണ്ട്. സാധാരണ ഈ വാദ്യമേഖലയുടെ ഒരു പാരമ്പര്യം പഠിക്കാൻ വരുന്ന കുട്ടികളുടെ വീഴ്ചകളോട് പോരായ്മകളോട് അങ്ങനെ ഇങ്ങോട്ട് പുറത്തു കൊടുക്കില്ല ആശാന്മാർ. അതൊരർത്ഥത്തിൽ ശരിയുമാണ്. പക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തുറന്നു വന്നിരുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാൽ ഇടംബറല്ലാതെ തല്ലുമൊക്കെ ചെയ്യുക. അതൊന്നും ആരും ചോദ്യം ചെയ്യുന്നതല്ല, എല്ലാവരും അംഗീകരിച്ചൊരു വഴിയാണ്. പക്ഷേ ശശിയുടെ അധ്യാപനത്തെ ശ്രദ്ധിച്ചാൽ ചിരിച്ചുകൊണ്ട് തല്ലുന്നൊരു രീതിയുണ്ട്. ഞാനത് പലപ്പോഴും പ്രത്യേകിച്ച് ഇവിടെ സ്കൂളിൽ ക്ലാസ് എടുക്കാൻ തുടങ്ങിയ കാലം മുതൽക്കാണ് ഞാനത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. വ്യക്തി അനുഭവം പറഞ്ഞാൽ ചെണ്ട ക്ലാസ് പോയിരിക്കുകയും തല്ലുകൊണ്ടത് നിർത്തുകയും ചെയ്ത ആളാണ് ഞാൻ. തീരെ കുട്ടികളെ ഇത്തരത്തിൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒട്ടും ആക്രമിക്കാതെ ഈ കാലം എന്താണ്, നില എന്താണ് ഒന്നും അറിയാത്ത കുട്ടികളെ അങ്ങനെ പഠിപ്പിച്ചെടുക്കുന്ന ഒരു അധ്യാപനത്തെ, ചെണ്ട അധ്യാപനത്തെ ഒരു തരം കലയാക്കി തന്നെ കൊണ്ട് നടക്കുന്നൊരു ശീലം ഉണ്ടായിട്ടുണ്ട്. ഇത് വ്യക്തിയുടെ അനുഭവത്തിൽ നിന്ന്
സ്വാഭാവികമായി വന്നതാണോ അതോ അവനവൻ കൽപ്പിച്ചു കൂട്ടി ഇങ്ങനെയാണ് വേണ്ടത് എന്ന് തീരുമാനിച്ചു കൊണ്ടുവന്നതാണോ? നല്ലൊരു ഭാഷ പറഞ്ഞത്, ഈ ഇങ്ങനെയാണ് വേണ്ടതെന്ന് തോന്നാൻ അതല്ലാത്തൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അത് വേണ്ടോളം കിട്ടിയിട്ടുണ്ട് എനിക്ക്. എൻ്റെ ഈ കലാവളിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഈ കൃഷ്ണൻകുട്ടി ആശാൻ അത്യാവശ്യം ഒരു 56 താളോട്ടൊക്കെ വേണമെങ്കിൽ എല്ലാ അടന്തൊക്കെ പറയുകയാണ്. അത് പക്ഷേ അതിൻ്റെ അന്നത് അടി കിട്ടുമ്പോൾ സുഖമുണ്ടെന്ന് പറയാൻ വയ്യല്ലോ. പക്ഷെ പിന്നീടത് ഒരു മനസ്സിലൊരു ഇതൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഈ കലശൽ കൂട്ടിയിട്ട് അങ്ങനെ ഒന്നൊക്കെ വിളിക്കാണ്ടൊക്കെ പഠിപ്പിക്കുകയാണ്. പിന്നെ ഒന്നാമത്തെ ഈ ഇപ്പോൾ വരുന്ന കുട്ടികൾ 2 പേരാ ഒരു കുടുംബത്ത് അധികം ഉണ്ടാവുക. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി, ഇല്ലെങ്കിൽ ഒരു കുട്ടി. അന്ന് അധിക കഥകളിക്കാരെയും ഈ കലയായിട്ട് ബന്ധപ്പെട്ട ഓരോ ചരിത്രം നോക്കിയാണെങ്കിൽ വല്ലാത്ത വീട്ടിൽ ബുദ്ധിമുട്ടിരുന്ന കഥകളി ചേർക്കുക എന്നാൽ അവൻ്റെ ഭക്ഷണം കഴിയും. ഈ ഒരു ക്ലാസ്സാണ് ഇത് സ്വതവേ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് ഒരു 99% നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ വരുന്ന കുട്ടികളെ ഇത് ഞാൻ എൻ്റെ ഒരു പഠന രീതിയിൽ നിന്ന് ഞാനത് തയ്യാറെടുത്ത കുട്ടികളോട് ഈ ഭീഷണിപ്പെടുത്തുന്നതിനേക്കാൾ കാരണം ഇവർ എന്തൊക്കെ പ്രയാസം അല്ലെങ്കിൽ വീട്ടിലത്തെ അന്തരീക്ഷം എന്താ അതൊന്നും നമുക്കറിയില്ല. നമ്മുടെ മുമ്പിലൊരു കുട്ടി വന്നിരിക്കുക, അപ്പോൾ അവരോടിങ്ങനെ കയർത്ത് ചാടി രഹള സീനുണ്ടാക്കി ഇനി മേലെ ചണ്ട പറഞ്ഞ സംഗതി കണ്ട് അങ്ങോട്ട് തിരിക്കണം എന്നുള്ളൊരു സ്ഥിതി വരുത്തരുതെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ആരെ പഠിപ്പിക്കുകയാണെങ്കിലും ഇങ്ങനൊരു പഠിപ്പിച്ചു. ഈ ഉപകരണം അവൻ എത്ര വലിയ പദവിയിലോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എത്തിയാലോ ഈ ചെണ്ട പറഞ്ഞാൽ ഒരു ബാല്യകാലത്തേക്ക് അവൻ വരും. അതിനുള്ളൊരു കോഴ്സും ഒരു പഠന രീതിയാണ് എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഒരു തയ്യാറാക്കിയിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ 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 അതെ. മറ്റേ സ്ഥാപനങ്ങളിൽ ഈ പറഞ്ഞ ഇത് നടക്കില്ല, അവിടെ ശിക്ഷയൊക്കെ വേണ്ടി വരും. പിന്നെ ഇന്നിപ്പോൾ അത് അന്നത്തെ രീതി എങ്ങനെയാണ്, ഇന്നിപ്പോൾ ഇങ്ങനെ കുട്ടികളുടെ ഈ മാനസികാവസ്ഥ വലിയൊരു പ്രശ്നമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലപ്പോഴും തുറന്ന് പറയണമെന്ന കുട്ടികളുണ്ടാവും. നേരെ വെച്ച് നമ്മൾ 2 ചീത്ത പറഞ്ഞിട്ട് തന്നെ കരയണ കുട്ടികളുണ്ട്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കുന്ന അന്തരീക്ഷം. അത് എൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ചോദ്യം. കാരണം വളരെ ശരിയാണ്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ. കാരണം പ്രശ്നങ്ങൾ എന്താ നമുക്ക് അറിയില്ലല്ലോ. ഈ കുട്ടി ഏത് ചുറ്റുപാടുന്ന അവിടേക്ക് വരുന്നത്. ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ തന്നെ അങ്ങനെയൊക്കെയുള്ള എനിക്കത് മുൻകൂട്ടി വിവരം കിട്ടുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വരും. അസാധ്യ ബുദ്ധി കാണിച്ചു കൊടുക്കുമ്പോഴേക്കും കിട്ടും. പക്ഷേ കോട്ടക്കലെ അധ്യാപകൻ എന്നുള്ള നിലയിൽ ധാരാളം കഥകളി വേദികളിൽ മേള ഒരുക്കി നിന്നിട്ടുണ്ടാവുമല്ലോ. അതിൽ എടുത്തു പറയത്തക്ക ചില അനുഭവങ്ങളും ഉണ്ടാവും. അതിനെക്കുറിച്ചൊക്കെ ഒന്ന്. കോട്ടക്കലത്തെ കഥകളി അരങ്ങുകൾക്ക് ഈ ധാരാളം അല്ലെങ്കിൽ എങ്ങനെയും നല്ലോണം പോകാൻ തുടങ്ങിയ കാലത്ത് ഒന്നാമത് ഏറ്റവും കൂടുതൽ കളിയുള്ള ഒരു സ്ഥാപനം PSC യുണൈറ്റഡ് സംഘം. അധിക ദിവസങ്ങളിലും പ്രോഗ്രാം ഉണ്ടാകും. മേളപ്പതോ അല്ലെങ്കിൽ എന്തായാലും കഥകളി അവിടുത്തെ അതിൻ്റെ ഉള്ളിലത്തെ തന്നെയല്ല. അതല്ലാണ്ട് ഞാൻ പുറമേയും കുറേ പോയിരുന്നു. ഈ നാട്യസംഘത്തിൽ അതിനൊരു ചിട്ടുണ്ട്. ചിട്ടാച്ചാൽ അപ്പോൾ ഒരു പ്രോട്ടോക്കോള് അത് എല്ലാ വിഷയത്തിലും സ്ഥാപനങ്ങൾക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാണ്ടങ്ങനെ കൊണ്ടു നടന്നിരുന്നു. പിന്നെ പുറത്ത് പരിപാടികൾ എനിക്ക് ജാസ്തി ഉണ്ടായിരുന്നു. അപ്പോൾ കഥകളിയായാലും ശരി, മറ്റുള്ള അമ്പലത്തിൻ്റെ ഈ തായമ്പക, പഞ്ചവാദ്യം, മേളം, അങ്ങനെയുള്ള സഹകലാകാരനായിട്ടും എൻ്റെ പ്രമാണത്തിലുള്ളതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കഥകളിക്ക് പോലും 2ഉം കൂടി നടക്കണില്ല. വലിയ ബുദ്ധിമുട്ട് വരിക. പിന്നെ കച്ചേരികൾക്കാണെങ്കിൽ ഇടയ്ക്കക്കാരനായിട്ടാണ് പിന്നെ കുറച്ച് കാലം ഇടയ്ക്കാണ്. കാരണം ഇടയ്ക്ക മതി. അങ്ങനെ ഇടയ്ക്ക ഒരു എല്ലാവരും ഉമ്രാന്തിരി ആശാൻ എനിക്ക് എടുത്ത് പറയേണ്ട ഒരു അനുഭവം. ഉമ്രാന്തിരി ആശാൻ, ഈ ഐതാലിയേട്ടൻ, കച്ചേരി, പിന്നെ അരങ്ങത്തായാലും ഈ ലളിതമാരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഒരു ഇടയ്ക്കും കൂടി ആയിക്കോട്ടെ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സമയം കുറച്ച് കാലം ഉണ്ടായിരുന്നു. അവിടേക്കത് ഇത് അങ്ങനെ
കഥ ഇടയ്ക്ക് മാത്രമായിട്ട് വയ്യക്കിത് നിന്ന് മെല്ലെ പിന്മാറണം എന്ന് എൻ്റെ ഉള്ളിങ്ങനെ കുറേശ്ശെ നമുക്ക് ചില അനുഭവങ്ങൾ വരുമല്ലോ. അനുഭവങ്ങൾ വെച്ചാൽ ഇതല്ല, അപ്പം മാറണം അങ്ങനെ ഇങ്ങേപ്പുറത്താണെങ്കിൽ അനവധി പരിപാടികൾ തായമ്പകി ഇതൊക്കെ ആയിട്ട് വിളിക്കും. ഇവിടെയാണെങ്കിൽ വിശ്വസിച്ചിട്ട് സ്ഥാപനമല്ലേ, അവിടെ നിൽക്കുമ്പോൾ അതാണല്ലോ വലുത്. പലപ്പോഴും ഏറ്റ സ്ഥലത്തേക്ക് പോകാൻ പറ്റാണ്ടാവും. അവരോട് ഏൽക്കുമ്പോൾ പറയും ഇതെങ്ങനെയാണ് കളി വന്നാൽ എന്നാ വേണ്ട പറയും. ചില സ്ഥലത്ത് അവർക്ക് ഉറപ്പുള്ളവരല്ലേ വേണ്ട. അങ്ങനെ അനുഭവങ്ങൾ രണ്ട് മൂന്നെണ്ണം നാലഞ്ചെണ്ണം മനസ്സിലേക്ക് ഇങ്ങനെ വല്ലാണ്ട് വർഷമായിട്ട് തട്ടാൻ തുടങ്ങി. അങ്ങനെ ചിന്തിച്ചത് പെട്ടെന്നൊരു വീട്ടിൽ ജോലി കളഞ്ഞു എന്നൊക്കെ പറയുകയും ഇപ്പോൾ എന്താ വേണ്ടത് 2-3 കൊല്ലം ഞാൻ ചിന്തിച്ചിരുന്നു. പിന്നെ എനിക്കെന്താ വെച്ചാൽ എനിക്കൊരു ധൈര്യം ഉള്ളത് ഞാൻ അങ്ങനെ ചോദിക്കും ചെയ്യണം എന്നൊക്കെ ഈ കാര്യങ്ങൾ തോന്നിയാൽ ഞാൻ പിന്നെ വേറെ ഒന്നും അത് ചെയ്തു ആരോടൊന്നും ചോദിക്കാം. കാരണം അപ്പം മുടക്കങ്ങൾ വരും ചിലപ്പോൾ. ജോലി രാജിവെച്ച കാര്യമാണ് പറയുന്നത്. അതെ അതെ അതെ. അല്ല ഈ കഥകളിക്കൊട്ട് നിറഞ്ഞ് കഥകളിക്കൊട്ടും കൊട്ടൊക്കെ എനിക്ക് ഈ തായമ്പകയിലേക്ക് ഒന്ന് കുറേ കൂടി പ്രവേശിക്കണം എന്നിങ്ങനെ. കാരണം ഇതിങ്ങനെ എൻ്റെ ഇവിടെ ആകുമ്പോൾ അതിനൊട്ടും പറ്റില്ല. ഞാനൊരു ജോലിക്കാരനായിട്ട് പിരിഞ്ഞു പോരും. ആ വളക്കൊക്കെ മേടിച്ചൊരു ദിവസം ഇങ്ങനെ വീട്ടിലേക്ക് വന്ന് കയറാം. പിന്നെ അവരവരുടെ ഫീൽഡിൽ നമ്മളറിയപ്പെടുന്ന ഏത് മേഖലയിലും അതൊന്ന് അതിനൊന്ന് ശ്രമിച്ചൂടെ. ഒന്നാം സ്ഥാനം അല്ലെങ്കിലും ശരി നമ്മളൊരു അഡ്രസ്സിലേക്ക് എത്തി നിൽക്കുക. അത് എൻ്റെ ആ വക കാര്യങ്ങളൊക്കെ എൻ്റെ സ്വന്തം പ്രയത്നം തന്നെയാണ്. ഒരു 13 വർഷത്തെ പിന്നെ അധ്യാപക വൃത്തിയാണ് കോട്ടത്തിലുണ്ടായത്. അത്രയായിട്ടുള്ളൂ. അതിനുശേഷം ബാക്കിയൊക്കെ പഠന സമയങ്ങളായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പൂർണ്ണമായി ഞാൻ ഒരു ദിവസം തീരുമാനിച്ചു എനിക്കിത് ഇനി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് വരിക. കാരണം ഇത് ശരിയാവില്ല. മാനസികമായിട്ട് നമുക്ക് അതിനോടൊരു താല്പര്യമില്ലാതെ വന്നു തുടങ്ങിയാൽ പിന്നെ അതിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ അതൊരു എൻ്റെ ഉള്ളിൽ തോന്നിയതാണ്. അങ്ങനെ അന്ന് അമ്മയും ഭാര്യയോടും മാതിരിയോടും പറഞ്ഞു ഞാൻ ഇന്നിപ്പോൾ കൊടുത്തു വരും. ഒന്നിൽ VRS ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ VRS എന്തായാലും സ്വതവേ കലാകാരന്മാരൊക്കെ ഒരു പ്രായമൊക്കെ എത്തുമ്പോഴാണ് അതിൻ്റെ ഒരു എന്തായാലും എനിക്കിത് പോയേ പറ്റൂ. ഞാൻ അവിടെ കൊടുത്ത് 1-2 കൊല്ലമൊക്കെ ഞാൻ അങ്ങനെ കുറച്ച് തായമ്പക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യമൊക്കെ കുറച്ച് ഇങ്ങനെ കമ്മിയായിട്ട് വന്നു. ഇന്ന് എനിക്ക് നല്ല ധൈര്യമായിട്ട് പറയാം ഇപ്പോൾ ഇതും കൂടി അല്ല ആ മേഖലയിൽ മറ്റുള്ളവർക്കൊക്കെ ഉള്ളൊരു തിരക്ക് എനിക്കും ഉണ്ടാവാൻ തുടങ്ങി ഉണ്ട്. ഞാനിപ്പോൾ അത് ചെയ്തുകൊണ്ടാണ് എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണത്. പിന്നെ ഈ കുട്ടികളെ ഇത്ര അധികം പഠിപ്പിക്കാൻ ഒരു 2 വർഷമായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. മുന്നേ മേഖലയിലേക്ക് വന്ന കാലത്തെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്ത് പറയണം തോന്നുന്നു. ഈ കോട്ടത്തിലെ ഉദ്യോഗം വേണ്ടെന്ന് വെച്ച് തായമ്പക രംഗത്തേക്ക് പൂർണ്ണമായി കടന്നല്ലോ, അല്ലെങ്കിൽ മേളം അതുപോലെ വാദന രംഗത്തേക്ക് കടന്നല്ലോ. അതിനെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായി പറയാം. ഈ തായമ്പക ഈ കഥകളിക്കൊട്ടിൻ്റെ ഇതില്ല, എൻ്റെ ഉള്ളിൽ ഈ തായമ്പകയുടെ ഒരു ജ്വരമാണ് നിൽക്കുന്നത്. അതിൻ്റെ കാരണം ഞാൻ ഈ ചെതലി രാമമാരാർ, പല്ലശന, പിന്നെ അപ്പേട്ടൻ അപ്പമാരാർ, നമ്മുടെ സാക്ഷാൽ കൃഷ്ണൻകുട്ടി വാളാശാൻ്റെ ഗുരുനാഥൻ, ചമ്പ്രകുളങ്ങര അപ്പമാരാർ, ഇവരൊക്കെ ഈ ചനക്കത്തൂർ പൂരത്താലിപ്പിലായിട്ട് ബന്ധപ്പെട്ട പിന്നെ അത് കഴിഞ്ഞ് പൂരം കഴിഞ്ഞിട്ട് ഏർന്നൂർ മണിക്ക് അതൊരു അന്തരീക്ഷത്തിൻ്റെ ഉള്ളിലുണ്ട്. ആ പൂരക്കാലം എന്ന് പറഞ്ഞിട്ടൊരു നമുക്കൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ ഒരു ഉത്സവക്കാലം വരുമ്പോൾ, അതേപോലെയുള്ള പറയുന്നു വഴി അന്ന് കേൾക്കാത്ത തായമ്പ്. ഞാൻ കോങ്ങാട് നമ്മുടെ ഗോപി പുതുവാൾ അദ്ദേഹത്തിൻ്റെ തായമ്പ് അടക്കം കുടലിൽ ഗോപി പുതുവാൾ എന്ന് പറയും. ഞാൻ മനസ്സിൻ്റെ ഇത് കഴിഞ്ഞിട്ട് കേട്ടിട്ടുള്ള ആളാണ് ഞാൻ. വെച്ചാൽ അങ്ങനെ ഈ തായമ്പകക്കാരൊക്കെ കേശവേട്ടൻ, തൃത്താല കേശവേട്ടൻ, അങ്ങനെ നിറയെ ആ കാലഘട്ടത്തിലത്തെ ആൾക്കാരുടെ ഒരു തായമ്പക ലോകമാണ് സ്വതവേ എൻ്റെ ഉള്ളിൽ കടന്ന് കളിച്ചിരുന്നത്. ഞാൻ ഒരുമാതിരി ആൾക്കാരുടെ ഒപ്പമൊക്കെ കൂടെ കൊട്ടിയിട്ടുണ്ട്, അവതരിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് രംഗങ്ങൾ. ഒരുമാതിരി എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി വിസ്തരിച്ചാൽ എങ്ങനെയാവും? അതിപ്പോൾ ഇതിനും ആദ്യം മുതൽ തന്നെ പറയും. ഞാൻ ആലിപ്പറമ്പ് ശിവരാമൻ പുതുവാൾ, കൃഷ്ണ പുതുവാൾ, ആലിപ്പറമ്പ്, പിന്നെ എല്ലാവരും കുഞ്ഞുകുട്ടന്മാരൊപ്പം
പിന്നെ ശങ്കരേട്ടൻ്റെ ഒപ്പം പൂക്കാട്ടിയുടെ ഒപ്പമാണ് ഏറ്റവും കൂടുതൽ കൊട്ടിയുന്നത്. പൂക്കാട്ടി ദിവാരേട്ടൻ്റെ ഒപ്പമാണ് കൂടുതൽ കൊട്ടിയിട്ടുണ്ടാവുക. പിന്നെ ബലരാമേട്ടൻ, മഞ്ചേരി അരിയേട്ടൻ, കല്ലായക്കുളങ്ങര അച്യുതൻകുട്ടിമാരാർ, ഞാരേലും വിട്ടുണോ തുടങ്ങിയ പ്രമുഖരായ ആളുകൾ. അതെ അതെ. അന്ന് എൻ്റെ നേരെ സീനിയറായിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. എൻ്റെ ഞങ്ങൾ സമപ്രായക്കാരെ പറഞ്ഞാൽ ഞാൻ ഒരു പോരൂർ ഉണ്ണീഷനൊക്കെയാണ്. ഞങ്ങളൊക്കെ ഒരു സമയം ഈ ഫീൽഡിലേക്ക് വന്ന ആൾക്കാരാണ്. ഈ തായമ്പക പ്രയോഗിക്കുമ്പോൾ ഇപ്പോൾ ശുദ്ധമായ മലമക്കാവ് വഴി പ്രയോഗിക്കണം, അത് ശശിര കയ്യിലുണ്ട്. കലർപ്പുള്ള വഴികൾ പ്രയോഗിക്കണം, അതുകൊണ്ട് ഇനിയിപ്പോൾ കുറച്ച് സർക്കസ് കാണിക്കണം, അതും വേണമെന്നുണ്ട്. ഇങ്ങനെ വൈവിധ്യമുള്ള ഈ മേഖലയിൽ ഒരുപാട് ശൈലീഭേദങ്ങളുള്ളത് ഒന്നാണല്ലോ കേരളത്തിലെ തായമ്പക. ഈ പ്രദേശത്തൊക്കെ വളർന്നു വന്നതാണെങ്കിലും അതിലെ ശൈലീഭേദങ്ങൾ ഒട്ടാറുണ്ടല്ലോ. ഈ ശൈലീഭേദങ്ങൾ അതിൻ്റെ ശീലശുദ്ധി കാത്ത് പ്രയോഗിക്കുക എന്നുള്ളത് അധികം പേര് കാണാത്തൊരു സംഗതിയാണ്. അതെങ്ങനെയാണ് അങ്ങനെ നിലനിർത്തുന്നത്? ഞാനത് എനിക്കെന്തായാലും ഈ ഒരു ശൈലി ഉണ്ടോ ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്കെന്തായാലും ഈ ശൈലിയിൽ മലമക്കാവ് ശൈലിയോടാണ് എൻ്റെ ഇഷ്ടം. എന്ന് വെച്ചിട്ട് മറ്റുള്ള ശൈലിയൊന്നും ഇഷ്ടപ്പെടാത്ത ആളൊന്നുമില്ല. ഈ കൊട്ടിൽ ശരിക്ക് അപ്പന്മാരാർ കൊട്ടുന്നതൊക്കെ എല്ലാം തുടക്കം മുഴുവൻ അവസാനം വരെ ഇഷ്ടമല്ല. ഞാൻ അതിന്നിങ്ങനെ എൻ്റേതായിട്ട് ചില ഇപ്പോൾ ശങ്കരേട്ടൻ കൊട്ടുകയാണ്, അല്ലെങ്കിൽ കല്ലു അത് വേണ്ടി വന്ന് അങ്ങനെ അങ്ങനെ എൻ്റെ കൊട്ടിൻ്റെ ഒരു വഴി അങ്ങനെയായിട്ട് അങ്ങനെ വല്ലാണ്ട് എല്ലാം ഇതൊന്നുമല്ല. എനിക്ക് ചില ഇഷ്ടപ്പെട്ട ചില സംഗതികളെ ഞാൻ സ്വീകരിക്കാറുള്ളൂ. മുഴുവൻ ഒരാളുടെ കൊട്ടിൻ്റെ അതിങ്ങനെ തിരിച്ച് ഇവിടേക്ക് കൊട്ടുക അല്ല, അനുകരിക്കുക. ചില കഷ്ണമൊക്കെ ഉണ്ടാവും. അതെ, കൊട്ടൊക്കെ കേൾക്കും. പക്ഷെ അതിങ്ങനെ എന്നാൽ പിന്നെ അത് ഇത് വേണ്ടല്ലോ എന്നുള്ളൊരു ഇങ്ങനൊരു സ്വഭാവമാണുള്ളത്. അനവധി മറ്റേ ഈ ആലിപ്പറമ്പ് കൃഷ്ണമാമയുടെ ഒരു മകൻ എൻ്റെ ഒരു സതീരത്തിനായിരുന്നു, കൃഷ്ണകുമാർ. ഞങ്ങൾ തമ്മിലാണ് കുറേ തായമ്പോൾ. കാരണം കൃഷ്ണമാമയ്ക്ക് ചുമതല കണ്ടവനാണ്. അത് ഇന്ത്യയിലത്തെ ഒരുമാതിരി സ്ഥലങ്ങളൊക്കെ മൂപ്പരുടെ അധീനതയിലാണ്. ഈ ഉത്സവങ്ങളും പ്രത്യേകിച്ച് പുറത്ത് ബാംഗ്ലൂരായാലും ഡൽഹിയിലും ഗോവയിലും ബിലായി ഇങ്ങനെയുള്ള ഇനി അല്ലേ എല്ലാ സ്ഥലത്തും എന്ത് കാര്യം ഏറ്റെടുത്ത് നടത്തുക. അയ്യോ, ഒരു വലിയൊരു അനുഭവം. അല്ലെങ്കിൽ നമുക്കൊരു ഇങ്ങനെ നോക്കി നിൽക്കാം, എവിടെയും പഴവുകളും സംഭവിക്കില്ല. മൂപ്പര് ഉദ്ദേശിച്ച് അതിൻ്റെ മുന്നേ കാണുന്നതൊക്കെ സ്വതവേ ഈ വാദ്യം പൂരത്തിൻ്റെയൊക്കെ ഈ സംഘാടക പണി പറഞ്ഞാൽ അന്തല്ലാത്തവരുടെ അടുത്താണ് ചെയ്യണത്. അപ്പോൾ അതൊക്കെ മുന്നേ കൂട്ടിയിട്ട് കണ്ട് യാതൊരു കുഴപ്പമില്ലാണ്ട് അല്ലെങ്കിൽ അതിനുള്ളൊരു എല്ലാം ഉണ്ടാവും. മൂപ്പര മകൻ എൻ്റെ കൂടെ കൃഷ്ണകുമാർ പിന്നെ വലിയ അതെ കുറേ എൻ്റെ കൂടെയായിരുന്നു. എന്നുവെച്ചാൽ ഞങ്ങൾ തമ്മിൽ ഒരുപാട് തായമ്പക ഒരു ആത്മബന്ധം. അതെ അതെ, കുറേ കുട്ടി തായമ്പകയുടെ ഒരു രംഗത്ത് തൻ്റേതായ ഒരു സ്ഥലപ്പെടുത്തൽ അല്ലെങ്കിൽ തൻ്റേതായ ഒരു സ്ഥാനം കണ്ടെത്തൽ, അതിനുള്ള പരിശ്രമമാണല്ലോ കോട്ടച്ചലിൽ നിന്ന് പോരാനും കാരണം അതാവും. അതോടൊപ്പം അത് നേടിയെടുക്കാനുള്ള ഒരു പരിശ്രമമാണ് പിന്നീട് നടന്നിട്ടുള്ളത്. ഏറെക്കുറെ അത് നേരത്തെ പറഞ്ഞത് ഉദ്ധരിക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് എന്നൊന്നും അല്ലെങ്കിലും തൻ്റേതായ ഒരു സ്ഥാനപ്പെട്ട് നിൽക്കുക എന്നതാണല്ലോ. അപ്പോൾ ഇതുവരെയുള്ള ഈ വാദ്യജീവിതത്തെ ഒന്ന് ആകെ തിരിഞ്ഞു നോക്കിയാൽ അതിനെ മൊത്തത്തിൽ നിരീക്ഷിച്ച് പറയാൻ കഴിയുമല്ലോ. എന്താണ് അതിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു നിരീക്ഷണം? എന്താ ഇപ്പോഴത്തെ നിരീക്ഷണം? ഇങ്ങനെ തന്നെ വാദ്യമായിട്ട് മുന്നോട്ട് പോകണം. അങ്ങനെ സ്വതവേഗനെ എമ്പകയുടെ മേഖലയിൽ തൻ്റേതായ ഒരു സ്ഥാനം ഉറപ്പിച്ചു നിൽക്കുന്ന ഒരു കലാകാരൻ എന്ന നിലയിൽ ഈ മേഖലയെക്കുറിച്ചും അതിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചും സ്വയം ഒന്ന് വിലയിരുത്തിയിട്ടുണ്ടാവും. അതോടൊപ്പം ധാരാളം തായമ്പകക്കാരിപ്പോൾ മുൻകാലത്തേക്ക് അപേക്ഷിച്ച് സമൃദ്ധമായിട്ടുള്ളൊരു മേഖലയാണ് ചെണ്ട.
മാത്രമല്ല ചെണ്ട മേഖലയിൽ വളരെ വളരെ പുതിയ പരീക്ഷണങ്ങളും അതോടൊപ്പം വ്യത്യസ്തമായ സൗന്ദര്യാവിഷ്കാരങ്ങളൊക്കെ പണ്ടൊന്നുമില്ലാത്ത വിധം വളർന്നു വരുന്നുണ്ട്. അതൊന്നും ശരിയാണോ തെറ്റാണോ എന്ന് പറയാനല്ല ഞാൻ ഈ ചോദ്യം ഉന്നയിക്കുന്നത്. അത് അതിൻ്റേതായ ശരികളും അതിൻ്റേതായ പോരായ്മകളും ഏതുപോലെയും അതിനും ഉണ്ടാവാം. അതേസമയം ഈ സമൃദ്ധമായ ഈ തായമ്പകയുടെ ഇതിൻ്റെ ഇടയിൽ ശശിയുടെ ഒരു കൊട്ടുവഴിയുടെ സവിശേഷത, അത് സമയദൈർഘ്യം കുറയ്ക്കാൻ ശ്രമിക്കുകയും അതിനകത്ത് സൗന്ദര്യാംശത്തെ കലർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ മ്യൂസിക്കലായൊരു ഭംഗി കാത്തു സൂക്ഷിക്കാൻ വലിയ ശ്രദ്ധ ഉണ്ടാവുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഒന്ന് സൂചിപ്പിക്കാമോ? ഞാനതിങ്ങനെ ഈ എൻ്റെ കൊട്ടോ അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ എനിക്ക് കേൾക്കാനോ ഇതൊക്കെ താല്പര്യം ഈ ചെണ്ടനെ മർദ്ദിക്കുന്ന കുട്ടികളല്ല. ചെണ്ട ഒരു ഉപകരണമാണ്. ഏത് ഉപകരണത്തിനെ ആക്രമിച്ചും കൊണ്ടുള്ള ഒരു പദ്ധതിയോട് എനിക്ക് ഒട്ടു തീരെ യോജിക്കാൻ എൻ്റെ മനസ്സ് സമ്മതിക്കില്ല. അല്ലെങ്കിൽ ഞാൻ വന്ന രീതി, അല്ലെങ്കിൽ കൊട്ടിൻ്റെ എൻ്റെ ഉള്ളിൽ കാണുന്ന കൊട്ട് അങ്ങനെ കുറച്ച് ഈ അമരത്തിനേക്കാൾ കൂടുതൽ കുറച്ച് ലാസ്യമൊക്കെയാണ്. അങ്ങനെ ശബ്ദം ഉണ്ടാക്കുക വെച്ചാൽ പലതും ഉണ്ട് ശബ്ദം ഉണ്ടാക്കാൻ പറ്റിയത്. ഈ ചെണ്ടയമ്പിൽ ഇങ്ങനെ ഈ അത്ര കിലോ ശബ്ദം ഉണ്ടാക്കണം എന്നൊക്കെ ചെണ്ടയമ്പിലാണ് ഒരാൾ വിചാരിച്ചത്. അത് നിർത്തി. പക്ഷേ ഞാൻ അതിനോട് എൻ്റെ കൊട്ടിൻ്റെ രീതി ഇങ്ങനെയാണ്. എനിക്കത് വളരെ വല്ലാണ്ട് ആവർത്തന വിരസത അത് തുടങ്ങിയാൽ കഴിയില്ല. ഒരു 3 മണിക്കൂറൊക്കെ സിംഗിൾ കൊട്ടുക അല്ലെങ്കിൽ 2 മണിക്കൂർ അത് ആലോചിക്കാൻ എൻ്റെ ഒരു ഞാൻ കേട്ട് വന്ന രീതിയും ഇല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ അതെ സമ്പ്രദായം അതല്ല. എനിക്ക് കൊട്ടിൻ്റെ ഇപ്പം ഇത്ര ഒരു തായമ്പക പറഞ്ഞാൽ അത് ഇത്ര നേരം 2 മണിക്കൂർ കൊട്ടിൽ വെച്ചാൽ ഞാൻ ഉണ്ടാവില്ല. നിങ്ങൾ വേറെ അതിനൊരു എൻ്റെ ഉള്ളിൽ അതിനൊരു കണക്കുണ്ട്. അതാണ് ഞാൻ അതല്ല ചില സ്ഥലത്ത് ഇപ്പോൾ ഡബിളൊക്കെ ആണെങ്കിൽ 2 മണിക്കൂർ വരെയൊക്കെ കൊട്ട് ഒക്കെ ചെയ്യാറുണ്ട്. എന്തായാലും ഒരുപാട് നേരം ഇത് കഴിയാണ്ടങ്ങനെ പലപ്പോഴും ഞാൻ തന്നെ പലരെയും ഇതിൽ ഈ സമയം അധികമാകുമ്പോഴേ ഇതെന്താ കഴിയില്ലേ എന്നൊക്കെ ആ ഒരു ചോദ്യം ഈ സ്വതവേ കലക്കി കേൾക്കരുത് എന്നുള്ളൊരു ധാരണയാണ് എൻ്റെ ഉള്ളിലുള്ളത്. ഇനി കഴിഞ്ഞോ ഒന്നും അതും രണ്ടും വയ്യ. അപ്പം അതിനൊരു ഒട്ടും വലിച്ചു നീട്ടാതെ എന്നാൽ ഒതുക്കി കുറുക്കി. അതെ അതാണ് അങ്ങനെ ഒരു ശീലമാണ് ഉള്ളിലുള്ളത്. ചിലപ്പോൾ ഈ കുറച്ച് നേരം വേണമെന്നൊക്കെ പറഞ്ഞാൽ അതല്ല. സ്വതവേ ഈ കല വല്ലാണ്ട് വലിച്ച് നീട്ടിയിട്ട് ഇനി ഒരിക്കലും ഇത് കേൾക്കാൻ വരരുത് എന്നുള്ള പാകത്തിനാക്കി കൊടുക്കരുത് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്.